അപ്പോൾ ഇനി കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 3 ദിനം മാത്രമാണുള്ളത്. എക്സിറ്റ് പോളുകളിൽ UDF-ന് മുൻതൂക്കം പറയുമ്പോഴും തുടർ ഭരണ പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. എന്നാൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. 7 സീറ്റുകൾ വരെ നേടാമെന്ന പ്രവചനം NDA ക്യാമ്പിനും ആവേശം നൽകുന്നുണ്ട്. TV പ്രസാദിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. പ്രസാദ്, അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. മുഖ്യമന്ത്രി ജനങ്ങൾ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF വീണ്ടും ഒരു തുടർഭരണം അവർ പ്രതീക്ഷിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ മുന്നണി എങ്ങനെ വിലയിരുത്തിയോ അത് തന്നെ എക്സിറ്റ് പോളുകളിലും കാണുന്നു. അതുകൊണ്ട് ഉറപ്പായും ഭരണമാറ്റം ഉണ്ടാകും. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് UDF കരുതുന്നു. കഴിഞ്ഞ തവണ പൂട്ടിപ്പോയ ആ ഒരു സീറ്റ് ഇത്തവണ തുറക്കും. 1 7 വരെയൊക്കെ പോയാലും അത്ഭുതപ്പെടാനില്ല. BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സിറ്റ് പോൾ ചർച്ചകൾ ഇപ്പോൾ 3 മുന്നണികളിലും പുരോഗമിക്കുന്നത് പ്രസാദ്? ഷിഹാസ്, കീർത്തന, വലിയ ചർച്ചയാണ് എങ്ങും നടക്കുന്നത്. ഇന്ന് കഴിഞ്ഞ് 3-ാം നാൾ വോട്ടെണ്ണലാണ്. 2 ദിനം മാത്രമാണ് ഉള്ളിലുള്ളത്. മെയ് 2, 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ 4-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി വെട്ടിപൊട്ടും. 8:15 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് 2 മുന്നണികളും പ്രധാനമായും പറയുന്നത്. അതിൽ LDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം എക്സിറ്റ് പോളിൽ എവിടെയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഉറപ്പായും ഒരു തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് LDF പ്രത്യേകിച്ച് CPM നേതാക്കൾ വിശദീകരിക്കുന്നത്. UDF ആണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. UDF-നുള്ള അത്ര ആത്മവിശ്വാസം LDF-ന് എന്തായാലും ഇല്ല. പക്ഷേ അവർ പറയുന്നത് ഉറപ്പായും തുടർഭരണം ഉണ്ടാകും. SIR-ഉം ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒന്നും CPIM-നോ LDF-നോ തിരിച്ചടിയായിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടും എന്ന ആത്മവിശ്വാസമാണ് LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം UDF ആണെങ്കിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി തല ചർച്ച പോലും വലിയ വിവാദമായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഒരു ഭരണം കിട്ടിയ മൂഡിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. NDA ക്യാമ്പാണെങ്കിൽ ഈ പറയുന്ന 7 സീറ്റ് വരെയൊക്കെ കിട്ടും എന്ന് പറയുന്നതിൻ്റെ സന്തോഷം എല്ലാ നേതാക്കൾക്കുമുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ കരുതുന്നത്. പക്ഷേ 0 മുതൽ 7 വരെ സീറ്റ് എന്നുള്ളതാണ് പ്രധാനമായും എല്ലാ എക്സിറ്റ് പോളുകളും ഒരു പ്രവചനമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എത്രത്തോളം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും നേമവുമാണ് അവർ ഉറപ്പിക്കുന്ന മണ്ഡലം. കൊല്ലത്തേക്ക് പോയാൽ ചാത്തന്നൂരുണ്ട്. അങ്ങനെ തുടങ്ങി 7 മണ്ഡലങ്ങൾ വരെ കിട്ടുമെന്ന ആത്മവിശ്വാസം BJP ക്യാമ്പുകൾക്കുമുണ്ട്. എന്തായാലും ഇത്തവണ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഭരണം കിട്ടിയില്ല എങ്കിൽ അത് UDF-ന്റെ ആ സ്ഥിരത തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ ഭരണം നഷ്ടപ്പെട്ടാൽ സംസ്ഥാനത്ത് CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരുകളും ഇല്ല എന്ന ചീത്തപ്പേര് പാർട്ടി കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അത് LDF-നും UDF-നും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അവർക്ക് വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നതാണ്. അതിലേറെ നിർണായകവുമാണ്. ഷിഹാസ്, കീർത്തന. TV പ്രസാദ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ പുറത്തു വന്ന ചില സർവേ ഫലങ്ങൾ കൂടിയുണ്ട്. അതിൽ കഴിഞ്ഞ തവണ ഏറെക്കുറെ കൃത്യമായ ഒരു സർവേ ഫലം പ്രവചിച്ച ചില സർവേകളൊക്കെ പറയുന്ന ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയൊക്കെയാണ്. അപ്പോൾ LDF-നും അങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ദിവസം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ വന്നാൽ ഇപ്പോൾ BJP വിചാരിക്കുന്നത് തങ്ങൾക്കൊരു കറുത്ത കുതിരകളായി മാറാൻ സാധിക്കും, ഒരു നിർണായക ശക്തിയായി മാറാൻ സാധിക്കും. തൂക്കുസഭ വന്നാൽ ആര് കേരളം ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള പ്രതീക്ഷകൾ ഈ അവസാന നിമിഷങ്ങളിൽ കുറച്ച് കൂടുതലാണ്. അതുതന്നെയാണ് ഷിഹാസ്. അതെന്തായാലും 100 സീറ്റിലധികം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചില്ല എന്നുള്ളതാണ് LDF-നും പ്രതീക്ഷ നൽകാനുള്ള ഒരു കാരണം. നമുക്കറിയാവുന്നതുപോലെ UDF ക്യാമ്പിനുണ്ടായിരുന്ന അത്ര ആത്മവിശ്വാസമൊന്നും LDF ക്യാമ്പിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ നേതാക്കൾ പറയുന്നത് പോലെ പുറമേക്ക് പറയുന്നത് തുടർഭരണം ഉണ്ടാകും എന്നാണെങ്കിൽ പോലും അകത്ത് നടക്കുന്ന ചർച്ച എന്നുള്ളത് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയായി കാണണം എന്ന് തന്നെയാണ് LDF-ന്റെ പല നേതാക്കളും രഹസ്യമായി പറഞ്ഞത്. പക്ഷേ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റോ ആ രീതിയിൽ പ്രതികരിക്കാനൊന്നും CPIM-ന്റെയോ LDF-ന്റെയോ നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടുകൂടി ഇതൊരു ടൈറ്റ് മത്സരത്തിൻ്റെ പ്രതീതി സംസ്ഥാനത്ത് ഉണ്ടാക്കിയെന്ന കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ ഷിഹാസ് പറഞ്ഞതുപോലെ 69 LDF, 69 UDF, 2 NDA എന്ന രീതിയിലാണ് പോകുന്നത് എങ്കിൽ സമീപകാലത്തൊന്നും കേരളത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഈ നാട് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. BJP ആരെ പിന്തുണയ്ക്കും, ഇനി ആരെയും പിന്തുണയ്ക്കില്ലേ, ഏത് ചെറുമുന്നണി, ഏത് ചെറു പാർട്ടി ഏതിലേക്ക് കൂടുമാറും എന്നത് സംബന്ധിച്ച് എല്ലാം വലിയ ചർച്ചയായിരിക്കും. 69-2 എന്നെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിശക്തമായ മത്സരം നടക്കും എന്നതിൻ്റെ സൂചന പല എക്സിറ്റ് പോളുകളും നൽകുന്ന സാഹചര്യത്തിൽ എല്ലാ സാധ്യതയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഷിയാസെ, യെസ്, അത് തന്നെയാണ് പ്രസാദ്. അപ്പോൾ കാത്തിരിക്കാം.